നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തി അവയെ പരിപോഷിപ്പിച്ച് ഏറ്റവും മികച്ച പ്രതിഭകളാക്കി തീർക്കാൻ നമ്മുടെ വിദ്യാലയം എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന് തന്നെ മാതൃകയായ സ്മാപ്പി സ്കൂൾ കോൺസെപ്റ്റ് നമ്മുടെ വിദ്യാലയത്തിന് മാത്രം സ്വന്തമായ ഒന്നാണ്. ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സാരഥിയും പ്രിൻസിപ്പാളുമായ ഡോക്ടർ വിജയൻ വി ആനന്ദ് സാറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചും അറിയാൻ കുട്ടികളായ നിങ്ങൾക്ക് ആകാംക്ഷയും താല്പര്യവും ഉണ്ടല്ലോ. നമുക്കത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. കുട്ടിക്കാലത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലേ സർ? അപ്പോൾ അതുപോലെ സാറുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കുട്ടിക്കാലത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടാൻ കാരണം അത് നമ്മൾ ശിശുദിനമൊക്കെ കഴിഞ്ഞ് ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു എന്താ പറയുക ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. അപ്പോൾ പിന്നെ സാറുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് കുട്ടികൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുന്നു. സാറുടെ ആ ഒരു കുട്ടിക്കാലത്ത് സാറുടെ ഉള്ളിൽ ചില ഓർമ്മകൾ നമുക്ക് അങ്ങനെയാണ്. അത് എന്താ പറയുക സന്തോഷമായാലും സങ്കടമായാലും മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകളുണ്ടാവും. അങ്ങനെ ഒരു ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കൂ സർ. ഒരൊറ്റ ഓർമ്മ ഒന്ന് മാത്രം. ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാലേ നമ്മൾ എത്രാം ക്ലാസ് തൊട്ട് എത്രാം ക്ലാസ് വരെ ഏത് ഏജ് ഒക്കെ ആയിരിക്കും ടീച്ചറെ ഉദ്ദേശിക്കുന്നത്? ഒരു 1 തൊട്ട് 4 എൽ പി യു പി ക്ലാസ്സുകളിലാണല്ലോ നമ്മൾ കൂടുതലായിട്ടും നല്ല രസകരമായ ഓർമ്മകൾ ഉണ്ടാവുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നമുക്കും കുറച്ച് അറിവായി. ഇപ്പോൾ ചെയ്യാൻ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കും. മണ്ടത്തരങ്ങൾ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. 3ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ സ്കൂളിലേക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ഒപ്പിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഈ ടീച്ചർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ടുവന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ദിവസം ഒപ്പിട്ടിട്ടില്ല, പോയി അടി കൊണ്ടു. പിറ്റേ ദിവസം പോയാൽ ഇനി പ്രശ്നമാണ്. അപ്പോൾ വീട്ടിൽ അറിയിക്കും. ഒരു കോൺവെൻറ്റ് സ്കൂളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ടീച്ചേഴ്സ് വളരെ സ്ട്രിക്റ്റാണ്, അവരത് കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ പോയി ചേട്ടനാണെങ്കിൽ നല്ല മിടുക്കനാണ്. അവൻ സ്കൂളിൽ ബെസ്റ്റ് ഓൾറൗണ്ടറും എല്ലാം കൊണ്ടും മിടുക്കനാണ്. അപ്പോൾ ഇവനോട് റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു തരണം, ഇതിപ്പോൾ പ്രയാസമാണ്. അച്ഛനെ കണ്ട അച്ഛൻ പൊതുവെ അടിയാണ്, ഭയങ്കര എന്താ പറയുക മാർക്കൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ തല്ലിക്കൊന്ന് ശരിയാക്കുന്ന ടീമാണ്. അപ്പോൾ അവനോട് ഞാൻ ആവശ്യപ്പെട്ടു ഒന്ന് ഒപ്പിട്ട് തരുവാന്ന്. അപ്പോൾ അവൻ അങ്ങോട്ട് ഒപ്പിട്ടു. അപ്പോൾ ഇതും കൊണ്ട് പോയി. ഇത് കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ തന്നെ ടീച്ചർക്ക് മനസ്സിലായി ഇത് ഒപ്പിടാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ ഒപ്പം അത്രയും ഈ പ്രായത്തിൽ എങ്ങനെയാണ് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഒപ്പിടാൻ പറ്റുക? അപ്പോൾ അത് പിടിക്കപ്പെട്ടു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിക്കുകയാണ്, ഹൂസ് സിഗ്നേച്ചർ ഇസ് ദിസ്? അപ്പോൾ ഞാൻ മൈ ഫാദർ ഓഫ് സിഗ്നേച്ചർ ആൻഡ് ഹി ഹാഡ് ഹെഡേക്ക്, തലവേദന വന്നു. അപ്പോൾ പകുതി ബാക്കി ചേട്ടൻ പൊട്ടു. ഇത് ടീച്ചർക്ക് മനസ്സിലായില്ല, മൊത്തം കള്ളത്തരമാണ്. അവനെ അപ്പുറത്തെ ക്ലാസ്സിന് വിളിച്ചുകൊണ്ട് വന്നു, കണ്ടുപിടിച്ചു, അച്ഛനെ വരാൻ പറഞ്ഞു. നല്ല അടി. അച്ഛനൊന്നും അടിച്ചില്ല അന്ന്. ക്ലാസ്സിൽ വരാന്തയിൽ വെച്ച് തന്നെ ടീച്ചർ നല്ല അടി, അവന് ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്, നല്ല അടി അവന് വാങ്ങിക്കൊടുത്തു. നമുക്കും നല്ലൊരു അടി കിട്ടി, നല്ല അടി കിട്ടി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആലോചിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരം. ഒരു എന്താ പറയുക പകുതി ഒപ്പ് അച്ഛനിട്ട് തലവേദന വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ബാക്കി പകുതി ചേട്ടൻ ഒപ്പിട്ടു എന്നാണ്.
അപ്പോൾ അത്രയും മണ്ടനായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് രസകരമായിട്ട് ഓർമ്മയിൽ പെട്ടെന്ന് ചോദിച്ചപ്പോൾ വന്നത്. പിന്നെ അതുപോലെ സാർ നമുക്ക് സൗഹൃദങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ, കുട്ടിക്കാലാണെങ്കിലും വലുതായാലും. അപ്പം അന്നും ഇന്നും, അതായത് കുട്ടിക്കാലങ്ങളിലുള്ള ആ സൗഹൃദം ഇന്നും സാറ് നിലനിർത്തുന്നുണ്ടോ? ആ സൗഹൃദങ്ങളെക്കുറിച്ച്, കുട്ടിക്കാലത്തുണ്ടായിരുന്ന സൗഹൃദങ്ങളും ഇപ്പോൾ അത് എത്രമാത്രം ആ സൗഹൃദമായിട്ട് ഇപ്പോഴും സാറിന് ബന്ധങ്ങളുണ്ടോ ആ കുട്ടികളുമായിട്ട്? ഇല്ല, അങ്ങനെ എനിക്ക് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 വയസ്സ് വരെയൊക്കെയുള്ള അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഇല്ല. വല്ലപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് അവർ മറ്റേ ഒരു ഫ്രണ്ടല്ല, അത് എൻ്റെ ഹൗസ് ഓണറിൻ്റെ മോനാണ്. അവനിങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് വിളിക്കുന്നല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ബന്ധം അന്ന് പഠിച്ച കുട്ടികളുടെയൊക്കെ 4-5 പേരുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ സൗഹൃദങ്ങളുമായിട്ട് ഇപ്പോൾ യാതൊരുവിധ കണക്ഷനും ഇല്ല. അവരുമായിട്ട് അങ്ങനെ പിന്നീട് ഈ നമ്മൾ സ്കൂളിൽ വന്നതിന് ശേഷമുള്ള, ഇവിടെ വന്നതിന് ശേഷമുള്ള ബന്ധങ്ങൾ ഇപ്പോഴും നന്നായിട്ട്, ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ടുള്ള ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ അവരെയൊക്കെ ആയിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പ് ഇപ്പോഴും. സാർ പിന്നെ ആ പഠിച്ച സ്കൂളിൽ ബാംഗ്ലൂർ അവിടെ പോയിട്ടുണ്ടോ? വലുതായിട്ട് പോയിട്ടില്ല. പോകാൻ ആഗ്രഹമുണ്ട്. അവിടെ പോയിട്ട് അവിടെ സിസ്റ്റേഴ്സൊക്കെയാണ്. പക്ഷേ എനിക്കെന്താ വെച്ചാൽ അവിടെ എന്നെ സംബന്ധിച്ച് ഭയങ്കര കയ്പുള്ള അനുഭവമാണ്, ഒരു ബിറ്റർ എക്സ്പീരിയൻസാണ്. എന്തുകൊണ്ടെന്നാൽ തന്നെ ഞാനങ്ങനെ പഠിക്കുകയൊന്നുമില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. ചെറുപ്പകാലം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമാണ് സ്കൂളിൽ പോകാതിരിക്കാൻ. എങ്ങനെയെങ്കിലും സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമോ എന്നുള്ള, സാറ്റർഡേ ഒക്കെ ഹാഫ് ഡേ ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ എനിക്ക് വായിക്കാൻ അറിയില്ല. ടീച്ചേഴ്സാണെങ്കിൽ, ചേട്ടനാണെങ്കിലും മിടുക്കനാണ്. അവിടെ സ്കൂൾ ലീഡറാണ്. കൂടാതെ എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ട്. സ്കേറ്റിങ്, ജിംനാസ്റ്റിക്സ്, ഓട്ടത്തിൽ, എല്ലാ ആക്ടിവിറ്റി പഠിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും എനിക്ക് സർക്കാസിസമാണ്. എനിക്കിങ്ങനെ വൈ ദിസ്, യുവർ ബ്രദർ ഓഫ് ജയാനന്ദ്, വാട്ട് ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കലും ഭയങ്കര മോശമായിട്ടുള്ളൊരു ഓർമ്മകളാണ്. ടീച്ചേഴ്സിനെ ഒന്നും ഞാൻ കുറ്റം പറയല്ല. ബിക്കോസ് ഞാൻ പഠിക്കുന്നില്ല, അവർക്കറിയില്ല വൈ ഐ ആം നോട്ട് സ്റ്റഡിങ്, എനിക്ക് പഠിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത്. ഒരു പക്ഷേ അവർ സീരിയസ് ആയിട്ട് എൻ്റെ ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനൊരു ഡിസേബിൾഡ് ചൈൽഡാണ്. അപ്പോൾ ആ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എനിക്ക് കുട്ടിക്കാലം വളരെ, പ്രത്യേകിച്ച് ഞാൻ ബാംഗ്ലൂർ ഉള്ളപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫ് വളരെ മോശവും, അതേസമയത്ത് വെളിയിലുള്ള വീട്ടിൻ്റെ പരിസരത്തുള്ള കുട്ടികളും ഒക്കെ അടിപൊളിയാണ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം ഭയങ്കര ദുഃഖമാണ്. അത് ഓർക്കുമ്പോൾ അച്ഛൻ്റെ ക്രൂരമായിട്ടുള്ള പഠന രീതി ഉണ്ടല്ലോ, അച്ഛൻ വല്ലപ്പോഴെങ്കിലും പഠിപ്പിക്കാൻ ഇരുത്തുള്ളൂ. ഇരുത്തിയാണ്ടല്ലോ അടിക്കെട്ടുകളായിരിക്കും. സീരിയസ്ലി എന്നെ അടിച്ചിങ്ങനെ തൂക്കിയെടുത്ത് എറിയും. ഞാൻ ഇങ്ങനെ വിറയ്ക്കുകയൊക്കെ ചെയ്യും. എനിക്ക് പഠിക്കാൻ അറിയില്ല, പഠിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയുന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിന് അത്രമാത്രം അത് ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മൂത്ത കുട്ടി പഠിക്കുന്നു, നീ എന്താ പഠിക്കാത്തത്? അപ്പോൾ ഞാൻ ഉഴപ്പനാണ് എന്ന ഒരു ആംഗിളിൽ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് അച്ഛൻ. അപ്പോൾ ആ പഠനകാര്യം ചെറുപ്പം വളരെ വളരെ കയ്പാണ്, ഓർക്കാനേ വിഷമമുള്ള കാര്യമാണ്. എൽ പിക്ക് ശേഷം ഞാൻ പിന്നെ ഇവിടെ വന്നല്ലോ, ഇവിടെ 5ാം ക്ലാസ് തൊട്ട്. അത് വലിയ ദുഃഖമാണ് പഠന കാര്യങ്ങൾ. പക്ഷേ എനിക്ക് പഠിക്കാൻ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അക്ഷരങ്ങളൊക്കെ ആദ്യം പഠിക്കാൻ അവസരങ്ങൾ, അങ്ങനെ അക്ഷരങ്ങളൊക്കെ ആദ്യം പഠിച്ച് പിന്നെ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്തെങ്കിലും കുറച്ച് പഠിച്ചത്. ഇപ്പോഴും മലയാളം വ്യക്തമായിട്ട് വായിക്കാൻ കഴിയുമോ ചോദിച്ചാൽ വായിക്കും. പക്ഷേ എന്താ പറയുക, സംസാരിക്കാനായാലും എഴുതാനായാലും പ്രയാസമാണ് മലയാളം. ഇംഗ്ലീഷ് ഒരുവിധം ഒപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഐ എം നോട്ട് എ ഗിഫ്റ്റഡ് ഓർ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്, ഐ എം എ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. എനിക്ക്
നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാമല്ലോ. വളരെ ഒരു ബാക്ക്വേർഡായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഇവിടുത്തെ കുട്ടികളെ, പൊതുവേ പഠിക്കാത്ത കുട്ടികളെയൊക്കെ ഒരുപാട് അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതാണ് നമ്മളിപ്പോൾ എന്താ പറയുക, ഹാർഡ് വർക്കേഴ്സിന് സപ്പോർട്ടിംഗ് ആയിട്ടും, രക്ഷിതാക്കൾ കുട്ടികളെ മോശമാണ് പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരിക്കലും അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്താ വെച്ചാൽ നാളെ ഇവൻ്റെ എബിലിറ്റി വേറെ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ എബിലിറ്റിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പഠിക്കാത്ത കുട്ടി നാളെ അവൻ സക്സസ്ഫുൾ ആവില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് പറയല്ല, എനിക്ക് സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ഒരുപക്ഷെ എനിക്ക് ചുറ്റും കിട്ടിയ എക്സ്പോഷറും എന്നെ ഗൈഡ് ചെയ്യാനുണ്ടായ കുറേ ആൾക്കാരുടെയൊക്കെ ഗുണം കൊണ്ടാണ്. ഇപ്പോൾ പിന്നെ സാർ അതുപോലെ UP ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സാർ വീട്ടിലെങ്ങനെയായിരുന്നു? അതായത് ചില കുട്ടികളുണ്ട് വീട്ടിൽ ഭയങ്കര വയലൻ്റ് ആയിരിക്കും, പക്ഷേ സ്കൂളിൽ വന്ന ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ നല്ല സൈലൻ്റ് ആയിരിക്കും, സ്കൂളിൽ വരുമ്പോൾ അങ്ങനെ പല കാറ്റഗറിയിലുള്ള കുട്ടികളെ കാണാറുണ്ട്. സാർ എങ്ങനെയായിരുന്നു? വീട്ടിൽ അച്ഛനമ്മമാർ പറയണത് അനുസരിക്കുമായിരുന്നു? അതോ സ്കൂളിൽ അധ്യാപകരെ പേടിയുണ്ടായിരുന്നോ? അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നോ? മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഞാൻ അങ്ങനെ അനുസരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അനുസരണയൊന്നും കുഴപ്പമില്ല, പക്ഷെ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ വർക്ക് ചെയ്യാതെ വരുമ്പോൾ അടി കൊള്ളും, ഏത്തവിടും, ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കൽ, ഈ കാര്യങ്ങളൊക്കെ സ്കൂളിൽ. വീട്ടിൽ പോയാലും എനിക്ക് അവസരം എന്ന് പറയുന്നത്, ഞാനൊരു മിഡിൽ ചൈൽഡാണ്, ചേട്ടനുണ്ട്, അനിയനുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നിന്നെല്ലാം ഒരു ബാക്ക്വേർഡാണ്, ഒരു ഇൻട്രോവേർട്ടാണ്. അവർ രണ്ടാളാണ് എപ്പോഴും മുമ്പിൽ എല്ലാത്തിനും. അതങ്ങനെയാണ്, പാരൻസും അങ്ങനെ തന്നെയാണ് അവരെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ എപ്പോഴും മിടുക്കരാണ് രണ്ടാളും, നമ്മളെ എപ്പോഴും ഇങ്ങനെ പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനങ്ങനെ വലിയ കുറുമ്പനാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാൻ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റൂ, അപ്പോൾ ഞാൻ അത് ചെയ്യണോ എന്നാൽ ചെയ്യുക, തൂക്കുക, ഇങ്ങനെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടല്ലോ, തൂത്ത് വൃത്തിയാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെങ്കിലും അമ്മ പറയുമല്ലോ, ഇവനാണ് വീട്ടിൽ ഇന്ന് തൂത്തത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ക്യാമനായല്ലോ. അങ്ങനെയുള്ള കുഞ്ഞു പണികളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നു, അല്ലാണ്ട് ഒരു കുറുമ്പനൊന്നുമല്ല. വീട്ടിൽ വന്നാൽ കൂടുതൽ അടുപ്പം ആരോടായിരുന്നു? അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ, അങ്ങനെ ആരോടാണ്? ഒരു സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മളങ്ങനെ പേരൻസിൽ നമുക്ക് കൂടുതൽ അടുപ്പം ആരോടെങ്കിലും ഉണ്ടാവില്ലേ? അച്ഛനോടോ അമ്മയോടോ അങ്ങനെ? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അടുപ്പമുണ്ടോ ചോദിച്ചാൽ അമ്മയോടാണ് ഒരു ഫ്രീഡം ഉള്ളത്. അച്ഛൻ ഒരു ഭയങ്കര മുരടനാണ്, ഒരു സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു മനുഷ്യനാണ്. അത് സ്നേഹം ഉണ്ടാവും, ഉറപ്പാണ്, 100% സ്നേഹം ഉണ്ടാവും. പക്ഷേ കുട്ടി എന്ന നിലയിൽ എനിക്ക് എൻ്റെ വീട്ടിലപ്പോൾ അമ്മാവന്മാരുണ്ട്, അതായത് അമ്മയുടെ കസിൻ ബ്രദേഴ്സും അതുപോലെ സ്വന്തം ബ്രദറൊക്കെ ബാംഗ്ലൂരിലുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഓരോ ജോലിക്കൊക്കെ, അവരൊക്കെ ബാച്ചിലേഴ്സാണ്. ഇവരെല്ലാവരും നമ്മളെ ഭരിക്കുകയാണ്. ഇവരെല്ലാവരും വാടാ അവിടെ ഇരിക്കടാ, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ജെൻസ് മുഴുവൻ എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്നാണ്. എല്ലാം ഇങ്ങനെ മുരടന്മാരായിട്ടുള്ളവരാണ് എല്ലാ ആണുങ്ങളും, മീശയും താടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ആണുങ്ങളോട് ഒരു അടുപ്പമില്ല. അപ്പോൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഏത് സ്ത്രീയെ കണ്ടാലും അമ്മയായിട്ടാണ് നമ്മൾ കാണുക. സാരി എടുത്ത് ആരെ കണ്ടാലും അമ്മയാണ്. അപ്പോൾ അവരോട് കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേക അടുപ്പോ അമ്മയോട് അങ്ങനെ ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ വല്ല കുറച്ചൊരു റിലാക്സേഷൻ കിട്ടുന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ അമ്മയെ നന്നായി അടിക്കുകയൊക്കെ ചെയ്യും, നല്ല ശിക്ഷണമാണ്, ഒരു കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല അടിക്കും. എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി വെളിയിലിറങ്ങി കളിക്കും, പിടിക്കും, സമയത്തിന് സ്കൂളിൽ പോവില്ല, രാവിലെ എനിക്ക് അതേ കളിയാണ്, സ്കൂളിൽ സമയത്തിന് പോകണ്ടേ. അപ്പോൾ അതിനൊക്കെ നല്ല ഓർമ്മയുണ്ട്, നല്ല കയ്യിൽ വെച്ചിട്ട് അടിച്ചതും എറിഞ്ഞതും ഒക്കെ. അങ്ങനെ ഒക്കെ കാലഘട്ടം, പ്രത്യേകിച്ച് ഇപ്പോൾ ടീച്ചർ ചോദിച്ച പോലെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും ഓർമ്മയിലും ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. അതായത് ആ ഒരു ലെവലേ ഉള്ളൂ. കുറച്ചൊക്കെ സാറിന് കൈപ്പേറിയ അനുഭവങ്ങളാണല്ലോ കുട്ടിക്കാലത്ത് ഉണ്ടായത്. ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചില ഇൻസ്പിറേഷനൊക്കെ ആയിരിക്കും അല്ലേ സാർ സ്നാപ്പി കോൺസെപ്റ്റിലേക്കൊക്കെ വന്നത്? തീർച്ചയായിട്ടും.
കുട്ടികളെ പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താനും പിന്നെ അതൊക്കെ സാറിന് പറ്റാത്ത ഒരു അത് മറ്റു കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ സാർ നമ്മുടെ സ്കൂളിന് വേണ്ടി ഇത്രയും അതായത് നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കലോത്സവമാണെങ്കിലും ഏത് മേഖലകളിലാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് പരിശീലനത്തിലൂടെ അവരെ മികച്ച ഒരു കലാകാരനോ കലാകാരിയൊക്കെ ആക്കി മാറ്റാൻ നമ്മുടെ സ്കൂൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് സാറിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലേ സാർ ഇത്രമാത്രം സാർ അതിന് എന്താ പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നത്? അല്ല, അത് എന്താ വെച്ചാലേ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അതിൽ വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും അവകാശപ്പെടാനൊന്നും കഴിയില്ല. നമുക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുക. അപ്പോൾ അവരിൽ പലവരും ഈ പറഞ്ഞ പോലെ പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതിൽ റാങ്ക് വാങ്ങുക, എന്നിട്ട് ഫസ്റ്റിൽ ഇരുത്തുക, ആ കുട്ടിയെ ക്ലാസ് ലീഡറാക്കുക, അതാണല്ലോ നമ്മളൊക്കെ പഠിക്കുമ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ അവർ മാത്രം ലീഡേഴ്സായിട്ട് കാര്യമില്ല. ബാക്കി അതാണല്ലോ ഈ സ്മാപ്പി ബാഡ്ജ് കൊടുത്തിട്ട് ഓരോ കുട്ടിക്കും നമ്മൾ ഇവിടെ ലീഡർ ആവാൻ അവസരം കൊടുത്തു. അതെ, അത് സ്മാപ്പി ബട്ടർഫ്ലൈസ് ആയിട്ട് അതെല്ലാം വെച്ചാൽ ഒരു ലീഡർ ആവാൻ ആർക്കും കഴിയുന്നുള്ളതാണ്. നമുക്ക് അത് അവസരം കൊടുക്കുമ്പോഴല്ലേ അറിയുള്ളൂ അവന് എത്രമാത്രം പറ്റുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് പറ്റാതെ പോയ, നമുക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് കാര്യം. പിന്നെ ടീച്ചർ പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി, അങ്ങനെ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ പൊതുവേ നമുക്ക് എന്താ പറയുക, നല്ലൊരു ടീമുണ്ട്. അപ്പോൾ നമ്മുടെ ആശയങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു കോർ ടീമും ടീച്ചേഴ്സും മാനേജ്മെൻറ്റും പേരൻസും ഒരു നല്ല വളക്കൂറുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയാണിത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അല്ലാതെ നമ്മൾ എന്താ പറയുക വലിയ കഴിവുള്ള ആളാണ് അല്ലെങ്കിൽ സാറിന്റെ നേതൃത്വം അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതിനും ഒരു കഴിവ് വേണ്ടേ സാർ? ടീച്ചർ, ഞാൻ ഈ ലീഡർഷിപ്പ് ചിലപ്പോൾ എന്താ പറയട്ടെ, സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊരു ലീഡർ ആയിപ്പോയി. ഇപ്പോൾ മറ്റേ നേരത്തെ പറഞ്ഞ മാതിരി ആ രാജാവ് തൻ്റെ മോളെ തിരഞ്ഞെടുക്കാൻ, മോളെ കെട്ടിച്ചു വിടാൻ വേണ്ടി തിരഞ്ഞെടുത്ത മുതലക്കുളം നീന്തി കിടക്കുന്ന ഒരു കഥ അറിയില്ലേ? അപ്പോൾ അത്ഭുതകരമായ ഒരാൾ, മെലിഞ്ഞുണങ്ങിയ ഒരാൾ, എത്രയോ രാജാക്കന്മാർ വന്ന് അവിടെ നിൽക്കുമ്പോൾ ഈ മുതലക്കുളം നീന്തി കിടക്കാൻ പറ്റാതെ ഇങ്ങനെ പകച്ച് നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് നീന്തി അപ്പുറത്തേക്ക് കടന്ന് വന്ന് ആ രാജാവിൻ്റെ മോളെ സ്വീകരിക്കുന്ന, കല്യാണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടായല്ലോ. അത് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആരോ എന്നെ പിടിച്ച് തള്ളിയിട്ടു, ഞാനങ്ങോട്ട് നീന്തി അപ്പുറം എത്തിയപ്പോൾ സംഭവിച്ചു. അതുപോലെ അത്ഭുതകരമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചു. ചിലപ്പോൾ നോക്കൂ, ഇതൊക്കെ ചിലപ്പോൾ ഒരു നിയോഗം പോലെ ആയതായിരിക്കാം. എല്ലാ സമയം അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ലക്ഷ്യബോധത്തോടു കൂടി പോയാൽ തീർച്ചയായിട്ടും ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളോട് പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ലക്ഷ്യബോധത്തോടു കൂടി പോകും, മക്കളെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്തായോ, അല്ലാതെ സ്റ്റേറ്റസോ പണമോ നോക്കി പോകണ്ട. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ജീവിക്കുമ്പോൾ ഒരു തൊഴിൽ വേണം. അത് എന്താണ് ഡെയിലി ചെയ്യാൻ പറ്റുന്നത്? ഡെയിലി പോകണമല്ലോ. അതിൽ സന്തോഷം കിട്ടുന്ന എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നത് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നമുക്കെന്തോ എന്താ പറയുക, എന്താണെന്നറിയില്ല, ഈ യൂണിവേഴ്സ് നമ്മളെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ഇതിനൊരു തൊഴിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജീവിക്കുന്നു സന്തോഷത്തോടു കൂടി. രാവിലെ എനിക്ക് വരുന്നു, വീട്ടിലുള്ള പോലെ തന്നെ ഇവിടെ വരുന്നു, അതുപോലെ നിങ്ങളുടെയൊക്കെ കൂടെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. സാറിന് സ്കൂൾ കാലഘട്ടത്തിൽ, LP UP കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു അധ്യാപകൻ്റെ പേര് പറയും. അധ്യാപകനോ അധ്യാപികയോ, എന്താ കാരണം എന്നും കൂടെ പറയണം. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ സാർ? ചെറിയ ക്ലാസ്സുകൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ മാത്രം അധ്യാപകർ. പിന്നെ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് വരെ ഉള്ള അങ്ങനെയൊക്കെ വരുമ്പോൾ, നമ്മൾ 5ാം ക്ലാസ്സിൽ ഇവിടെ വന്നപ്പോൾ ഭീമൻ കുരിച്ചി ഉണ്ടായിരുന്നു. നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ, ഫ്രീഡം ഫൈറ്റിങ്ങിലൊക്കെ ഗാന്ധിജിയുടെ കൂടെയൊക്കെ താമസിച്ച അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് ആശ്രമത്തിൽ വന്ന് മിക്കവാറും എനിക്കൊരു പുസ്തകമൊക്കെ തന്നിട്ടുണ്ട്. അതിലെ ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുക. എനിക്ക് ആകെ അറിയുന്നതേ ഉള്ളൂ മലയാളത്തിൽ. ഇവിടെ നമുക്ക് മറ്റേ
കൾച്ചറൽ ഡേ ഉണ്ടാവുമല്ലോ, എല്ലാ ആഴ്ചയും ഒരു ലാസ്റ്റ് പീരീഡ് ഉണ്ടാവും. ആ സമയത്ത് എപ്പോഴും ഞാൻ പാടുന്നത് ഇപ്പോഴും കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും. ഞാനൊരു പാട്ട് എനിക്കറിയുള്ളൂ, എന്താണ്, വാ കുരുവി വെരു കുരുവി വാഴക്കൈ മേലിരി കുരുവി കായ്കൾ തരാം കണികൾ തരാം, പിന്നെന്താ അങ്ങനെ ഒരു വരിയുണ്ടല്ലോ. അത് ഭീമൻ ഗുരുജി എനിക്ക് കൊണ്ടുവന്ന് തന്ന ഒരു പുസ്തകത്തിലെ ഇതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് എപ്പോഴും സ്നേഹത്തോടുകൂടി സംസാരിക്കും. അപ്പോൾ അത് എനിക്ക് ഒരു, പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള പർട്ടിക്കുലറായിട്ട് നമ്മൾക്ക് ഒരു താല്പര്യത്തോടു കൂടി നമ്മുടെ കൂടെ നിന്നിട്ടുള്ള അധ്യാപകരുണ്ട്. അപ്പോൾ അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ എടുത്തു പറയാൻ മാത്രം. അപ്പോൾ സാർ അന്നും ഇതുപോലെ, ഇപ്പോൾ സാറ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടല്ലോ, അപ്പോൾ അന്നും കുട്ടിക്കാലത്തും സാറ് വായിക്കാറുണ്ടായിരുന്ന പുസ്തകങ്ങൾ, ആരാണ് പുസ്തകങ്ങൾ ആദ്യമായിട്ട് സാറിന് സമ്മാനിച്ചത്, വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത്? ഇപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തൊന്നും വായനയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത കാലത്താണ് എന്തെങ്കിലും പുസ്തകം വായിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 10 വർഷം അങ്ങനെയാണ് കുറച്ചെങ്കിലും പുസ്തകങ്ങൾ എന്തെങ്കിലും. അങ്ങനെ ഒരു വലിയ വായനക്കാരനും അല്ല. നമ്മൾ വായിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഈ അടുത്ത കാലത്താണ്, ഒരു 10 വർഷം കൊണ്ടാണ് അറിഞ്ഞത്. ഇതെല്ലാവരും പറയാറുണ്ട്, വായിക്കണം. വായിച്ചിട്ടിപ്പോൾ എന്താ, എനിക്കെല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ഭാവം കൂടി വരുമല്ലോ. അങ്ങനെയാണല്ലോ ഒരു ഇത്. അപ്പോൾ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെയും ഒരു കാഴ്ചപ്പാട്, അവരുടെ മനസ്സ്, അതെല്ലാം പഠിക്കാൻ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ വായനയോട് ഒരു താല്പര്യമുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞൊരു പുസ്തകം, ഞാൻ പറഞ്ഞില്ലേ ഭീമൻ ഗുരുജി തന്ന ആ ഒരു പുസ്തകം തന്നെയാണ് ഒരു പുസ്തകം തന്നതായിട്ട് എനിക്ക് ഓർമ്മ. വേറെ പ്രത്യേകിച്ച് ആരും അങ്ങനെ വായിച്ച പുസ്തകത്തിൽ നിന്ന് ചില കഥാപാത്രങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം സാറെ സ്വാധീനിച്ചിട്ടുണ്ടോ? അങ്ങനെ നോവൽസൊക്കെ വായിച്ച് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ എടുത്തു പറയാൻ മാത്രം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് ഓർമ്മയിൽ വരുന്നില്ല പെട്ടെന്ന്. പിന്നെ ഈ മാർക്ക് ആൻ്റണി സ്പീച്ചൊക്കെ പറയില്ലേ, ആൻ്റണി സ്പീച്ച് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ട് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഓഡിയൻസിനെ സ്വാധീനിക്കാൻ കഴിയും എന്ന് ആ സ്പീച്ച് നമുക്ക് ഓർക്കുമ്പോൾ പബ്ലിക്കിനെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എത്ര പ്രശ്നപൂരിതമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സ് തുറന്ന് സത്യസന്ധമായിട്ട് അവതരിപ്പിച്ച ആ ഓഡിയൻസിനെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള മെസ്സേജാണ് ആൻ്റണി സ്പീച്ചിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ ചെറുതായിട്ട് ഓർമ്മയിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് സാറ് ഇങ്ങനെ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ടല്ലോ അന്ന് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം അന്ന് കൂട്ടുചേർന്ന് കളിക്കാനും അതിനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ, കൂട്ടുകാരുമായിട്ട് കളിക്കാൻ? അപ്പം അന്നൊക്കെ എന്തൊക്കെ തരം കളികളാണ് നിങ്ങൾ കളിച്ചിട്ടുള്ളത് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാംഗ്ലൂർ ലൈഫിൽ എനിക്ക് കളികളാണ് നല്ല രസകരമായിട്ട് തോന്നുന്നത്. നമ്മുടെ ഈ വീടുകളിങ്ങനെ അടുത്തടുത്ത് വീടുകളല്ലേ, അപ്പോൾ ഓരോ കോളനിയിലും ഇങ്ങനെ മാറി മാറി ഓരോ അപ്പോൾ ഈ കോളനിയിലെ ആൾക്കാർ അവിടെയായിട്ട് കോമ്പറ്റീഷന് പോവും, അങ്ങനെ കബഡി മാച്ച് അതുപോലത്തെ ഒക്കെ. പിന്നെ പട്ടം പറപ്പിക്കലൊക്കെ ഭയങ്കര ത്രില്ലാണ്. പട്ടമൊക്കെ ഇങ്ങനെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള പട്ടം 10-20 പൈസ എല്ലാവരും കൂടി കളക്ട് ചെയ്ത് ഒരു 5 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വലിയ പട്ടങ്ങൾ കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ അന്ന് ലൊട്ടായി എന്ന് പറയുക, ഇങ്ങനെ ഒരു തിരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതിൽ നൂലുണ്ടല്ലോ, നൂല് വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുപ്പിച്ചിലൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ ഒരു തരം പശയുണ്ട്, അത് ഒഴിച്ച് നമ്മൾ തന്നെ ഇതിനെ ഈ കുപ്പിച്ചില് കയ്യിൽ തുണി വെച്ച് പിടിപ്പിക്കും. എന്നിട്ട് ഇത് ഉണക്കിയിട്ട് നമ്മൾ മത്സരത്തിന് പോകും. ഈ പട്ടം അങ്ങനെ പറപ്പിച്ചിട്ട് ഇതിൽ മുഴുവൻ ഈ നൂല് ഷാർപ്പനായിട്ട് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ ഇവിടെ മുറിയും ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ ഈ പട്ടം പറപ്പിക്കൽ വലിയ മത്സരമാണ്. അപ്പോൾ അവിടെ ടീമായിട്ട് പട്ട പറപ്പിക്കലും പിന്നെ നൊണ്ടി കളിക്കുക, പിന്നെ ചില്ലിട്ടിട്ട് ഇങ്ങനെ നൊണ്ടിയിട്ട് പോയി തട്ടിക്കളിക്കുക, അങ്ങനെയുള്ള കൊച്ചു കളികൾ ഒക്കെ അന്ന് കാലത്ത് ഓർമ്മയിൽ വരുന്ന നല്ല രസകരമായ സമയമായിരുന്നു. കുട്ടിക്കാലം എപ്പോഴും പഠനത്തെ ഒഴിവാക്കുകയാണെങ്കിൽ നല്ല സമയമായിരുന്നു. പക്ഷെ പിന്നീട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് പഠനം 10ാം ക്ലാസ് വരെ ഭയങ്കര ഒരു
എന്താ പറയുക സുഖം പഠിക്കാൻ നമുക്ക് ടീച്ചേഴ്സൊക്കെ പ്രേരിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഭൗതികമായിട്ട് നമുക്ക് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ദുഃഖമാണ്. എന്താ വെച്ചാൽ നമുക്ക് അച്ഛനമ്മ ഇവിടെ ഇല്ല, നമ്മൾ ഹോസ്റ്റലിലായി. അപ്പോൾ എല്ലാവരും ഹോസ്റ്റലിൽ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനമ്മയൊക്കെ ബാംഗ്ലൂരല്ലേ. അപ്പോൾ ലീവ് ഓണത്തിനൊക്കെ ഫസ്റ്റ് ഓണത്തിന് ഞാൻ ഈ വരാന്തയിൽ കൂടെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് നടക്കുക. എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവിടെ സ്വാമിജി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ അന്നത്തെ ഓഫീസ് സ്റ്റാഫിനെ കൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവരണം വൈകുന്നേരം. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും കഴിഞ്ഞു, തലേദിവസം തന്നെ എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോൾ ആരുമില്ലാതെ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. അതേപോലെ തന്നെ അമ്മ ഇവിടെ ആക്കിയിട്ട് പോയപ്പോൾ ഉണ്ടല്ലോ, പകലൊക്കെ നമ്മൾ ആശ്രമത്തിൽ ഈ പശുവിനെ പോത്തുകളുണ്ട്, ഈ പോത്തിനെ മേയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പയ്യനുണ്ട്. അവൻ്റെ കൂടെ ഇങ്ങനെ നടക്കും. രാത്രിയാകുമ്പോൾ അവൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ നമുക്ക് ഈ ഒറ്റപ്പെട്ട സമയമുണ്ട്, ഈ കുയിലിൻ്റെ ഒക്കെ കരച്ചിലും അതെല്ലാം വല്ലാതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത സമയമാണ്. നമ്മളെ മൂഡിങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് കരച്ചിൽ വരും. അത്രമാത്രം സങ്കടം. അത്രയല്ലേ ഉള്ളൂ. 5ാം ക്ലാസ്സിലൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ സ്വാമിജി പറഞ്ഞൊരു സന്യാസിയല്ലേ, അദ്ദേഹത്തിന് നമ്മളോട് സ്നേഹമുണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഹോസ്റ്റലിലുള്ളപ്പോൾ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ മറക്കും. പിന്നെ പിള്ളേർ പോകുമ്പോൾ ഒക്കെ ദുഃഖം തന്നെ. പിന്നെ മൊത്തത്തിൽ സ്കൂളിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ സാമിയുടെ അനുജൻ്റെ മോനായതുകൊണ്ട് തന്നെ വിഷമമാണ്. എല്ലാവരും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുക. നല്ല സുഖമൊന്നുമല്ല അന്നത്തെ അന്തരീക്ഷം, ഇന്നത്തെ ഈ ഒരു സംഭവമൊന്നുമല്ല. അന്ന് അധ്യാപകർ പോലും, ഞാൻ വെക്കേഷനിൽ ആശ്രമത്തിന് വരുമ്പോൾ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ ഫസ്റ്റ് ദിവസം. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആകുമ്പോൾ ഇന്നെന്ന കുട്ടികൾ ഇന്നെന്ന സ്ഥലത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ എനിക്ക് നിന്നിട്ട് ആശ്രമത്തിനാണ് പേരുന്നതെന്ന് പറയുന്നത്. ആശ്രമവാസി ദരിദ്രവാസി ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ആ അധ്യാപകൻ കാഷ്വലായി പറയുന്നതായിരിക്കും, പക്ഷെ ഒരു കൊച്ചു മനസ്സിൽ ഉണ്ടാക്കുന്ന വേദനയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വളരെ ബോധപൂർവ്വമാണ് ഞാൻ സംസാരിക്കുക. എന്ന് വെച്ചാൽ നമുക്കിതൊരു തമാശയായിരിക്കും കുട്ടികളുടെ ഇടയിൽ അധ്യാപകനെ സംബന്ധിച്ച്. പക്ഷെ അത് ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് വല്ലാതെ വേദനിപ്പിച്ച ദിവസങ്ങളാണ്. ഈ അധ്യാപകർ പൊതുവേ സ്ഥാപനത്തിനോട് അനുകൂലമല്ല. അവർ ഒരു എന്താ പറയുക, ജീവിതമാർഗം തേടി വന്ന് സമയം ഇവിടെ ഇതാക്കി പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ സ്വാമിയോടൊരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോടൊരു കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല. അപ്പോൾ എന്നെയൊക്കെ കണ്ട ഒരു പുച്ഛമാണ്, ഒരു എന്താ പറയുക. അത് കേട്ട് കുട്ടികളും അതെ ഒരു വല്ലാതെ എന്താ പറയുക, സ്വാമി അനുജൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് പറയുമ്പോൾ ഒരുപാട് സങ്കടം വരും. എന്താ വെച്ചാൽ അത്രമാത്രം ആ കാലത്ത് നല്ല വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വാമിയൊക്കെ എനിക്കിപ്പോഴും എന്നെ ആരാധനയോടുകൂടി കാണുന്ന സ്വാമിയെ എന്തുകൊണ്ടാണെന്നറിയില്ല. സ്വാമിയെ കള്ളസ്വാമി എന്നൊക്കെ വിളിക്കുമ്പോഴല്ലോ ഹൃദയം പിടയ്ക്കും. അപ്പോൾ അത് സത്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കമ്മിറ്റഡ് ആയത്. സ്വാമിയുടെ സ്ഥാപനം അദ്ദേഹം ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ഈ നാടിന് വേണ്ടി സമർപ്പിച്ചു. ഇത് ആരുടെയും സ്വന്തം ഒന്നല്ല, ഇതൊരു സൊസൈറ്റിയുടെയാണ്, എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ അല്ല. അപ്പോൾ ആ സ്വാമിയുടെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരിൽ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുക. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത ത്യാഗമുണ്ടല്ലോ, അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ ഇപ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത്. ഈ സ്ഥാപനം ഇവിടെ ഇങ്ങനെ നിൽക്കണം അന്തസ്സായിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ സമർപ്പണമാണത്. അപ്പോൾ ആരൊക്കെയാണോ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ്, ആരൊക്കെയാണോ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചോ അവരുടെ മുമ്പിൽ ഈ സ്ഥാപനം തല ഉയർത്തി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലാതെ ഇത് നമ്മുടെ സ്വന്തമാണെന്നല്ല, സ്വന്തം പോലെയാണ് ഞാൻ ഇതിനെ സ്നേഹിക്കുന്നത്. സാറിന്ന് സ്കൂളിൻ്റെ ലീഡറാണല്ലോ. അതായത് നമ്മൾ സ്കൂളിലെ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാവരെയും ഒരുമിച്ച് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ മികവ് സാറിന് എവിടെ നിന്നാണ് കിട്ടിയത്? ഇപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ചില അനുഭവങ്ങളായിരിക്കുമല്ലോ നമ്മളെ വലുതാവുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഊർജ്ജം സാറിന് ലഭിച്ചത്? അതെ ടീച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ തള്ളിയിട്ടപ്പോൾ
അങ്ങോട്ട് വീണു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യത്തിനെ മറ്റൊരു ആംഗിളിൽ കൂടെ ചിന്തിക്കാൻ എന്തോ ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ പുതിയതായിട്ട് ചിന്തിക്കുമ്പോൾ അത് യൂണിവേഴ്സിൽ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് സ്കൂള് ആയി മാറുന്നത്. അപ്പോൾ നിരവധി മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കാൾ നിരവധി കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കയറി വരുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ഈശ്വരൻ തരുന്നതാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വലിയ വണ്ടർഫുള്ളായിട്ടുള്ളൊരു ടീമുണ്ട്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് അത് നടക്കണമെന്നില്ല. ഇവിടുത്തെ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ പാരൻസ്, അതിനൊപ്പം നിൽക്കുന്ന കുട്ടികളും അങ്ങനെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ ഇത് നമുക്ക് എന്താ പറയുക തനിയെ ഉണ്ടായതല്ല. പിന്നെ ടീച്ചർ പറഞ്ഞ ആ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ എങ്ങനെയാണിത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് എൻ്റെ സ്വാർത്ഥമായ നേട്ടത്തിനോ എന്നും ഞാൻ ഒരു പദ്ധതിയില്ല. അപ്പോൾ ഒരു ലീഡർഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു സ്വസിദ്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിർമ്മലാനന്ദ യോഗിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്, ഓർഗനൈസിങ് എബിലിറ്റി. അദ്ദേഹം നിരവധി വ്യക്തികളെ ആശ്രമത്തിലേക്കും സ്കൂളിലേക്കൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം അത് ഓർഗനൈസ് ചെയ്ത് എല്ലാവരെയും കൂട്ടുപിടിച്ച് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ഞാൻ അറിയാതെ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അതങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ പോലെ മറ്റ് പല മോട്ടിവേഷണൽ CDs കണ്ടിട്ടും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടും ഒക്കെ ഒരു നല്ല ലീഡർ ആവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നത് സ്വയം പഠിക്കാനുള്ളൊരു തോന്നൽ. നമുക്ക് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാർ വരുന്നു, അവരുടെ മുമ്പിൽ നമുക്ക് ഒരു വ്യത്യസ്തമായി നിൽക്കണമെങ്കിൽ പഠനം വേണം. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും മികച്ചത് എന്താണ്, അത് ഈ ആലത്തൂരിൽ പാലക്കാടിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ അത് നടന്നു പോകും. അങ്ങനെ ഈ ഒരു എന്താ പറയുക അതിനൊരു പക്ഷേ നിങ്ങളത് കഴിവെന്ന് പറയുന്നുണ്ടാവും, പക്ഷേ അതങ്ങനെ ആയി തീരുക. എല്ലാം വ്യത്യസ്തമാണല്ലോ, അതാണ് ചോദിച്ചത്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് സ്കൂളിൽ നിന്ന് പറച്ചിൽ മാത്രമല്ലാതെ എല്ലാം, അതായത് ഇപ്പോൾ കുട്ടികളുടെ പഠനകാര്യങ്ങളിലായാലും എല്ലാം പുതിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ സ്കൂളാണ് എപ്പോഴും കൊണ്ടുവരാറ്. അപ്പം അത് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക, അതൊരു മികവ് തന്നെയല്ലേ സാർ? അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത് എന്നാണ് ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കും. വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മുടെ നവംബർ 14-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ഇപ്പോൾ കുട്ടികളകപ്പെട്ട് അവിടെ ഇരിക്കുക വീട്ടിൽ, അപ്പോൾ അവരിലേക്ക് നമുക്ക് എത്താൻ എന്താ വഴി? കുറേ വീഡിയോസ് കൊടുത്തത് കൊണ്ട് കാര്യമില്ല, നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ കൂട്ടായ്മ എല്ലാവരും കൂടി ചിന്തിച്ചു. അപ്പോൾ പുതിയ ആശയം അങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആവേശം ഉണ്ടെങ്കിൽ, നമുക്ക് ചേഞ്ച് ആവണം എന്നൊരു ഫീലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. സംസ്ഥാനത്തെ മികച്ച സ്കൂളാക്കി മാറ്റുന്നതിലും നിലനിർത്തുന്നതിലും എല്ലാവരും ഉണ്ടെന്ന് സാറ് പറഞ്ഞു. പക്ഷേ സാറിൻ്റെ ഒരു പങ്ക് അതിൽ വലുത് തന്നെയാണ്. അപ്പോൾ സാറുടെ ഈ വിജയ മന്ത്രങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യങ്ങൾ കുട്ടികൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. പുതിയ തലമുറയോട്, നമ്മുടെ കുട്ടികളോട് സാറിന് കൊടുക്കാനുള്ള മെസ്സേജ്, സാറിൻ്റെ വിജയ രഹസ്യങ്ങൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് ഒരു വല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു മന്ത്രം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നമുക്ക് സത്യസന്ധത കൈവിടാതിരിക്കുക. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾസ് വേണം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം ഞാൻ തന്നെ എനിക്കുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയണത്, എന്നോട് സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കരുത്, മാംസം അതുപോലെ മത്സ്യമാംസം വർജിക്കണം, അത് കഴിക്കരുത്. പിന്നെ സ്വാമികൾ പറഞ്ഞു തന്നിട്ടുണ്ട്, മനുഷ്യൻ്റെ മനസ്സിനാണ് ശക്തി, അതിലാണ് ദൈവം.
ഈ 2 കാര്യം, ഇത് 2 പ്രിൻസിപ്പിളാണ് കേട്ടോ. ഈ 2 കാര്യത്തിന് ഞാൻ ഒരിക്കലും വിട്ടിട്ടില്ല. ഇതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ അട്ടി ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് സ്ട്രോങ് ആവുകയാണ്. ഇത് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്നുപോലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടില്ല. ഇപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ആയാലും അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം ഇത് തന്നെയാണ്. അവർ ഈ പറഞ്ഞ ആശയം അങ്ങോട്ട് മുറുകെ പിടിക്കുന്നില്ല. ഈ പറഞ്ഞ എന്താ പറയുക, മനസ്സിൻ്റെ ധൈര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ വിഗ്രഹങ്ങളിലേക്ക് പോയി കെട്ടിമറിഞ്ഞ് അതിനു വേണ്ടി സമയം കളയാതെ മനസ്സിലേക്ക് ശക്തിയുണ്ട്, മനസ്സിൻ്റെ ശക്തിയാണ് വലുത്, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുക. അത് സത്യവും ധർമ്മവും, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരെണ്ണം അതിൽ ഉറച്ചു നിന്നാൽ തന്നെ എല്ലാവരുടെ ഇടയിലും നമ്മൾ സംതിങ് സ്പെഷ്യലാവും. ഇപ്പോൾ മാംസം കഴിക്കാതിരുന്നപ്പോൾ ഉള്ള ഗുണം എന്താ പറയട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പം പോകുമ്പോൾ ഇവരെല്ലാം മാംസം കഴിക്കുമ്പോൾ അവർ എന്നെ സംബന്ധിച്ച് പുള്ളി വരുന്നുണ്ട്, പുള്ളിക്ക് ഒരു പ്രത്യേക കസേര ഇട്ടോ. അത് എന്നെ ആദരിക്കലല്ല, അവർ മാറ്റി ഇരുത്തുകയാണ്. നമ്മുടെ സ്നേഹത്തിനെയും നമ്മുടെ ഒരു പ്രിൻസിപ്പിളിനെ റെസ്പെക്റ്റ് ചെയ്യണം അവർ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി. എല്ലാവരെ പോലെ നമ്മളാവാതെ നമ്മൾ അവിടെ എങ്ങനെ വ്യത്യസ്തരാവാന്ന്. കുറേ മദ്യപാനികളുടെ ഇടയിൽ ഞാൻ മദ്യം കഴിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ലാതെ ഇവനെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നാണം കെടാതെ അത് അഭിമാനത്തോടു കൂടി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പം അങ്ങനെ ഒരു പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ കൂട്ടി 1 or 2 സാധനം നമ്മുടെ ഉള്ളിൽ വെക്കുക. പിന്നെ നമ്മൾ സ്വയം മറ്റൊരാളോട് കമ്പയർ ചെയ്യാനേ പാടില്ല. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ ആം എ പുവർ ചൈൽഡ്, ബട്ട് വാട്ട് ഈസ് ദെയർ ഇൻസൈഡ് മീ, അതെനിക്ക് ലോകത്തിന് മുമ്പിൽ തെളിയിക്കണം. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഞാൻ പഠിക്കണം, ഞാൻ അതിന് വേണ്ടി ശ്രമിക്കണം. എൻ്റെ ഏരിയ ഏതാണ്, അതിൽ ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഏരിയയിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ സംതിങ് ഡിഫറെൻ്റ് ആവും. എക്സ്ട്രാ ഓർഡിനറിയും ഓർഡിനറിയും തമ്മിൽ വ്യത്യാസം എന്താ? എക്സ്ട്രാ എന്ന പദമാണ്. അപ്പോൾ എക്സ്ട്രാ ഞാൻ എന്തോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ എക്സ്ട്രാ ഓർഡിനറിയായി മാറാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. ഒരാളോടും കമ്പയർ ചെയ്യേണ്ട. അവനവൻ്റെ കഴിവിനെ അത് യെസ് ഐ ആം സംതിങ്, ഐ ക്യാൻ ഡു സംതിങ് എന്ന ഫീലിങ്ങോടുകൂടി മുന്നോട്ട് പോവുക. ഒരു പ്രിൻസിപ്പിൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഫിലോസഫി നമ്മുടെ കയ്യിൽ വേണം. ഇത് ഉണ്ടെങ്കിൽ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ആത്മാർത്ഥതയുള്ള വാക്കുകൾ പറയുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ആത്മാർത്ഥതയായിട്ട് ഒരു മനുഷ്യനോട് കാണുമ്പോൾ അവൻ്റെ വിഷമം പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒന്നും കൊടുക്കണ്ട, സാരമില്ല, ഒക്കെ ശരിയാവും, എനിക്ക് പ്രശ്നമില്ലേ, എല്ലാവർക്കും പ്രശ്നമുണ്ട്, സോൾവ് ആവും എന്ന് സിൻസിയറായി പറയാനുള്ളൊരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ജീവിതം ഹാപ്പിയാവും. മുന്നോട്ടുള്ള യാത്രയും തടസ്സങ്ങളെല്ലാം വരും. ആ തടസ്സങ്ങൾ അതിജീവിക്കാനുള്ള ഒരു ത്രാണി, ശക്തി, ഊർജം, ആർജവം ഒക്കെ നമുക്ക് തനിയെ പ്രപഞ്ചത്തിന് കിട്ടും. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ ഒരു ജീവിതപാതയിലൂടെ എൻ്റെ പാരൻസിലൂടെയും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഗുരുക്കന്മാരിൽ നിന്നും എല്ലാം കിട്ടിയിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഒപ്പം പ്രവർത്തിക്കുന്നവർ എല്ലാവരിലും നമ്മൾ ഒബ്സർവ് ചെയ്യണം. എല്ലാവരിലും നമുക്ക് പഠിക്കാൻ പറ്റും, നല്ലതെടുക്കുക. അപ്പോൾ അതാണ്. ഓക്കെ സാർ, അപ്പോൾ ഇത്രയും നേരം സാറുടെ കുറേ കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു. കുട്ടിക്കാലത്തെക്കുറിച്ച്, സൗഹൃദങ്ങളെക്കുറിച്ച്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കും അവർക്ക് പ്രചോദനം ഇതിൽ നിന്ന് ഒരുപാട് കിട്ടട്ടെ എന്നും സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി സർ. താങ്ക് യു സിജി ടീച്ചർ. വളരെ എന്താ പറയുക, വളരെ ടച്ചിങ് ആയിട്ടുള്ള. രാജി ടീച്ചർ രാവിലെ വന്ന് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ സിജി ടീച്ചറെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ വെച്ചാൽ ടീച്ചർ ആത്മാർത്ഥമായിട്ടായിരിക്കും ആ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതൊരു എന്താ പറയുക, മനസ്സിൻ്റെ അവസ്ഥകളാണല്ലോ പങ്കുവെക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നി മനസ്സ് തുറന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന് തോന്നി. അപ്പോൾ ടീച്ചറും അതുപോലെ നിങ്ങൾ രണ്ടാളും, രാജി ടീച്ചറായാലും ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്താണോ എന്നിൽ നിന്നും കിട്ടാൻ ആഗ്രഹിച്ചത് അത് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കിതൊരു ഡോക്യുമെൻ്റായിട്ട്
എന്നും സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരു പക്ഷേ ഞാനിത് ഇത്രമാത്രം ഓപ്പണായിട്ട് ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് സത്യത്തിൽ ഇത് എൻ്റെ കുട്ടികളോട് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ എം എ ബാക്ക്വേർഡ് ചൈൽഡ്, ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് എബിലിറ്റി, ബട്ട് ഐ സേ ടു മൈ മൈൻഡ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, ഐ ആം പവർഫുൾ, മൈ ഡ്രീം ഈസ് ടു ഫ്ലൈ എബോവ് ദ റെയിൻബോ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പറന്ന് മുകളിലോട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്.